Hi friends, ഇന്ന് നമ്മൾക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചന്ന കുർമ ഉണ്ടാക്കുന്നത് നോക്കാം. അതിൻ്റെ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യാം. ഇത് ബട്ടൂര, ചപ്പാത്തി, പൂരി, ഈവൻ റൈസ് എല്ലാത്തിനും നല്ലൊരു സൈഡ് ഡിഷാണ്. ആദ്യം നമുക്ക് കുറച്ച് വെളുത്തുള്ളി പൊളിച്ച് വെക്കാം. പിന്നീട് 2 ലാർജ് സവാള നമുക്ക് ചോപ്പ് ചെയ്ത് മാറ്റി വെക്കാം. സവാളയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഒരു മിക്സറിലോട്ട് ഇടുകയാണ്. ഒരു മീഡിയം സൈസായിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഒരു തക്കാളിയും നമുക്ക് നല്ലവണ്ണം ചോപ്പ് ചെയ്തെടുക്കാം. അരിഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് കുറുമയ്ക്കുള്ള തേങ്ങ അരപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയിലേക്ക് ഇടുക. വെളുത്തുള്ളി ഒരു 4 പീസ്, പച്ചമുളക് 1 ഇഞ്ചി ചെറിയൊരു കഷ്ണം, 2 ഏലക്ക, 1 ഗ്രാമ്പൂ, പെരുംജീരകം 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പറങ്ങിണ്ടി കുതിർത്തത് ഒരു 6 പീസ്. ഇനി 1/4 കപ്പ് തൈര് കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലവണ്ണം പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ അരപ്പെല്ലാം നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ മതി. അത് വെജിറ്റബിൾ ഓയിലായിരിക്കും നല്ലത്. അതൊഴിച്ച് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആദ്യം നല്ലവണ്ണം വഴറ്റിയെടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുത്ത് നമുക്കത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം നല്ലപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടിയിട്ട് നല്ലവണ്ണം സോട്ട് ചെയ്തെടുക്കാം. ടൊമാറ്റോ പെട്ടെന്ന് വേവുന്നതിനായി നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ മതിയാവും. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് കൂടി കുറച്ച് ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഇപ്പോൾ ടൊമാറ്റോ കൂടി നല്ലവണ്ണം വഴണ്ടു കഴിഞ്ഞല്ലോ. നമുക്കിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ റോ സ്മെല്ലെല്ലാം പോകുന്നിടം വരെ നല്ലവണ്ണം വഴറ്റി എണ്ണ തെളിയുന്നിടം വരെ വഴറ്റുക. ഇപ്പോൾ മസാലയെല്ലാം നല്ലപോലെ വഴണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചന്ന, അതായത് വെള്ളക്കടല ഇട്ട് കൊടുക്കാം. ഇതൊരു 1.5 കപ്പ് കടലയാണ്. ഇത് ഞാൻ സോക്ക് ചെയ്ത് പ്രഷർ കുക്ക് ചെയ്തെടുത്താണ്. 10 മിനിറ്റ് പ്രഷർ കുക്ക് ചെയ്തതാണ്. നല്ലവണ്ണം ഇളക്കി എല്ലാം കൂടി യോജിപ്പിക്കുക. അത് കഴിഞ്ഞ് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാ പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക. ജാറ് കഴുകി വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ആ മസാലയെല്ലാം അതിൻ്റെ റോ സ്മെല്ലെല്ലാം മാറി
ഇത് നല്ലവണ്ണം കുറുകി ചന്ന നല്ലവണ്ണം കുക്കായി വരും. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ശരിക്കും വേവിച്ചെടുക്കാം. ഇപ്പോൾ കുറുമയൊക്കെ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില ചോപ്പ് ചെയ്തത് ഗാർണിഷ് ചെയ്ത് ഇത് വാങ്ങാം. ഇപ്പോൾ ഇവിടെ ടേസ്റ്റി ചന്ന കുറുമ റെഡി ആയിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഭട്ടൂര, പൂരി, ചപ്പാത്തി, റൈസ് എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്കിത് സെർവ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ യുവർ ടൈം.